നമസ്തേ. നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കുഞ്ഞിരാമ പണിക്കർ എന്ന കണ്ണൂരിൽ നിന്ന് നമ്മളുടെ കാലചക്രബലി എന്ന ക്രിയ ചെയ്യാൻ വരുന്ന ആളാണ്. സ്വാഗതം. അങ്ങേക്ക് അറിയാലോ, കേരളത്തിൽ പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. സാധാരണ വൈദികമായിരിക്കുന്ന ഒരു ക്രിയ എന്നാൽ കവിഞ്ഞാൽ നമുക്ക് ശ്രാദ്ധാദികളോ ബലികളോ ഒന്നും തന്നെ അധികം ആൾക്കാർക്ക് പരിചയമില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ അറിയൂ. എന്താണ് ശരിക്കും കാലചക്രബലി എന്ന് പറയുന്നത്? എന്ത് ക്രിയയിലേക്കാണ് അങ്ങയുടെ ഈ ക്രിയ കൊണ്ടുപോകുന്നത്? കാലചക്രബലി എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് മലയ സമുദായത്തിൽപ്പെട്ടവർ ചെയ്തു വരുന്ന പൂർവിക ആചാരാനുഷ്ഠ ഒരു ദേശത്തിനും ഒരു നാട്ടിനും നാട്ടുകാർക്കും എന്തൊരു ദോഷത്തിനുണ്ടെങ്കിൽ നീങ്ങാൻ വേണ്ടി ചെയ്യുന്നൊരു ബലി പൂജ കർമ്മമാണ്. അത് ഇന്ന് നമ്മൾ ഈ അമ്പലത്തിൽ വെച്ച് ചെയ്യുന്നത് ഈ ദേശത്തിന് വേണ്ടിയിട്ട്, ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട്. ഇന്ന് ഈ ഒരു സമയത്ത് ഇത് അത്യാവശ്യമായിട്ട് വന്നൊരു സമയമാണ്. അങ്ങനെ ഒരു കർമ്മത്തിലേക്കാണ് നമ്മൾ ഈ കാലചക്രബലി കൊണ്ടുപോകുന്നത്. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അത് അതിനോടനുബന്ധിച്ച് ദേശത്തിന് പല ചക്ര സഞ്ചാര പദങ്ങളുണ്ട്. അതിൽ ഒരുപാട് ആത്മാക്കൾ കുടികൊള്ളുന്ന സ്ഥലങ്ങളും ഒരുപാട് മൃത്യു കർമാദികൾ ചെയ്യുന്ന ഒരു സ്ഥലവുമാണ് ഈ ദേശം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കിപ്പം ചെയ്യേണ്ടത് ഈ ദേശത്തിന്, ഈ നാട്ടിനും നാട്ടുകാർക്കും, ഇത് ആരെല്ലാണോ ഇത് പങ്കെടുക്കുന്നത് അത് പങ്കെടുക്കുന്നവർക്ക് ഈ ദേശത്തിനും അതിന്റെ അഭിവൃദ്ധി കിട്ടും. അങ്ങനെയാണ് നമ്മൾ പൂർവ്വമായിട്ട് നമ്മുടെ അച്ഛന്മാർ ചെയ്യുന്നത്. ഏത് സമയത്താണ് ഇതിന്റെ പ്രാധാന്യം? നിങ്ങൾ ക്രിയ ചെയ്യുന്ന സമയം ഏതാണ്? ഇത് തുടക്കം നമ്മൾ ഈ നമ്മുടെ സമുദായം പല സമുദായത്തിൽ ചെയ്തു വരുന്നത് സന്ധ്യ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇത് തീരുന്നത് ഓരോ വലി തുണ്ടങ്ങളും നമുക്ക് അത് കർമ്മഹോമമുണ്ട്. ഈ കർമ്മത്തിൽ ഗുരുതിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ സമയവും സന്ദർഭവും നോക്കിയിട്ടാണ് നമ്മൾ നക്ഷത്രം വരെ നോക്കിയിട്ട് ആ ക്രിയ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ വിധാനങ്ങളാണ്? എത്ര പേരാണ് ഇതിൽ ചെയ്യുന്നത്? ഇത് കാലചക്രബലിക്ക് ചെയ്തു വരുന്നത് 12 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് കാലചക്രബലി. ഈ മലയ സമുദായത്തിൽപ്പെട്ട് നമ്മൾ വരുന്നവർ നമ്മൾ എങ്ങനെയാണോ ഇത് നമ്മുടെ അച്ഛന്മാർക്ക് പാരമ്പര്യമായിട്ട് ചെയ്തു വരാൻ നല്ലൊരു അവസരം കിട്ടിയില്ല. അപ്പൊ അവർ പൂർവികമായിട്ട് എഴുതുന്നത് നമുക്ക് കുറിച്ച് നമ്മുടെ പാരമ്പര്യത്തിൽ കിട്ടിയ ഗ്രന്ഥ കർമ്മങ്ങൾ വെച്ചിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇതിന് ശരിക്കും ആളുകൾക്ക് പ്രസാദങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? രാത്രി ചെയ്യുന്ന സമയത്ത് മറ്റേ ശ്രാദ്ധാദികൾക്ക് അങ്ങനെ പ്രസാദമൊന്നും ഇല്ലല്ലോ. ഇതിലെന്തെങ്കിലും പ്രസാദം എന്തൊക്കെ ആയിട്ടുണ്ടോ? ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ഉപാസന മൂർത്തിക്ക് ആദ്യം നിവേദ്യങ്ങൾ ആ വെച്ചിരിക്കുന്ന കർമ്മത്തിൽ ശക്തിപൂജ മുതലായുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആവാഹനം അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാ മലയ സമുദായത്തിൽപ്പെട്ടവർ. അപ്പോൾ ആ ദേവന് വെച്ച കർമ്മത്തിന്റെ നിവേദ്യങ്ങൾ എന്തെങ്കിലും വിശേഷമായിട്ടാണ് ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വിശേഷമായിട്ടാണ് എന്താണ് പ്രസാദമായിട്ട് സാധാരണ നമ്മള് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തിരുന്ന കൊട്ടദൈവത്തിന്റെ കർമ്മങ്ങളാണ്. അവിടെ വെക്കുന്നത് മാംസകർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ മറ്റൊരു ഗുരു സങ്കല്പങ്ങളും ഈ കാലചക്രബലിക്ക് പ്രാതിനിധ്യം കൂടുതലുള്ളതുകൊണ്ടും നമ്മൾ ആ കർമ്മത്തിലേക്കല്ല ദേവന് നമ്മൾ ചെയ്യുന്ന കുറെ തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് സ്ഥലകാലനുസരിച്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ ചെയ്തത് നമ്മൾ ദേവന് നമ്മളെ പാരമ്പര്യമായിട്ട് ഗുരു കൊട്ടദൈവമാണ്. എന്റെ തറവാട്ടിന്റെ പണയക്കാട്ട് പൗതി എന്ന് പറയും, മഹാദേവിയാണ്. അപ്പോൾ അവർക്ക് വെച്ചിരിക്കുന്ന പ്രസാദത്തിന്റെ നിവേദ്യങ്ങൾ എല്ലാവർക്കും ഇവിടെ വരുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ക്രിയയും കൂടെയാണ് ഇതിലേക്കാർക്ക്. അവർക്ക് എന്താണ് അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അവരോട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? വന്ന് കാണുക എന്താണ് ഉദ്ദേശിക്കുന്നത്? പാരമ്പര്യമായി പറഞ്ഞാൽ നമ്മളെ പൂർവ്വമായിരിക്കുന്ന ഇത്രയും ഒരുപാട് കർമാദികൾ ചെയ്തൊരു ഗുരുനാഥന്മാരാണ് നമ്മുടെ അച്ഛന്മാരും അച്ഛന്മാരും. അവർക്ക് ഇവർ ഇത്ര നല്ല യോഗം കിട്ടിയില്ല. അവർക്ക് കിട്ടിയാൽ ഈ കാണാൻ വരുന്നവരുടെ പൂർവ്വമായിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പൊ ഈ വരുന്നവർക്ക് നമുക്ക് കൊടുക്കാറുള്ളത് ഏറ്റവും വലിയ ഈ കർമ്മത്തിൽ പങ്കെടുക്കുക, കണ്ണു നിറയെ കാണുക. നമ്മൾ ഈ കർമാദികൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർക്ക് ബാധിക്കുന്ന സർവ്വദോഷങ്ങളും കേട്ടല്ലോ. യഥാർത്ഥത്തിൽ വ്യക്തികൾ കാണുക എന്നുള്ളതാണ് ഒരുപാട് കാലങ്ങളായിട്ട് കാണാത്ത ഒരു സാധനമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് വ്യക്തിഗതമായിട്ട് ഒരു ആചാര്യൻ നേരെ തന്നെ നമ്മളോട് പറയുകയാണ്, ഇത് കാണുക, അതിൽ ആനന്ദിക്കുക. അതിൻ്റെ ഓരോ ക്രിയകളും കാണുമ്പോൾ നിങ്ങളുടെ സകല ദോഷങ്ങളും നിവാരണമാവും. ദേശത്തിനും നിങ്ങൾക്കും വ്യക്തികൾക്കും ഗുണകരമാവുമെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാവരും കാണുക, ഇതിൻ്റെ ഭക്തിപൂർവ്വം കൂടെ ഉണ്ടാവുക. എല്ലാവർക്കും